ഇന്നും ഉത്തരം കിട്ടാതെ ഒരു പ്രഹേളികയായി നിലകൊള്ളുന്ന നിർമ്മാണ വിസ്മയമാണ് ഇറ്റലിയിലെ പിസാ ഗോപുരം. നിർമ്മാണ പിഴവ് കൊണ്ട് ചരിഞ്ഞുപോയി എന്നു പറയപ്പെടുന്ന ഗോപുരം പിന്നീട് ലോകത്തിലെ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നായി മാറി. 1292 മുതലുള്ള കാലഘട്ടത്തിൽ ശക്തിയേറിയ 4 ഭൂകമ്പങ്ങളെ കെട്ടിടം അതിജീവിച്ചത് ഇന്നും ആർക്കിടെക്റ്റുകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുന്നു. ഏറെക്കാലമായി ചരിഞ്ഞുകൊണ്ടിരുന്ന 57 മീറ്റർ ഉയരവും 14,500 മെട്രിക് ടൺ ഭാരവുമുള്ള ഗോപുരം ഇപ്പോൾ ചരിയുന്നത് കുറഞ്ഞിട്ടുണ്ടെന്ന് എഞ്ചിനീയർമാർ കണക്കുകൾ സഹിതം സാക്ഷ്യപ്പെടുത്തിയതാണ് പിസാ ഗോപുരത്തെ വീണ്ടും വാർത്തകളിൽ നിറച്ചിരിക്കുന്നത്. 1173 നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഗോപുരം ചരിഞ്ഞു തുടങ്ങിയിരുന്നു. ഉറപ്പില്ലാത്ത ഘടനയുള്ള മണ്ണിൽ കേവലം 3 മീറ്റർ മാത്രം ആഴത്തിൽ അടിത്തറ കെട്ടിയതാണ് കെട്ടിടം ചരിഞ്ഞു പോകാൻ കാരണമെന്ന് പിന്നീട് വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധങ്ങളെ തുടർന്ന് 1 നൂറ്റാണ്ടോളം നിർമ്മാണം നിലച്ചു. ഈ ഇടവേള മണ്ണ് ഉറയ്ക്കാനും സഹായകരമായി. 1272 നിർമ്മാണം പുനരാരംഭിച്ചു. 7ാമത്തെ നില 1372 പൂർത്തിയായി. മണിമേടയാണ് അവസാനമായി നിർമ്മിച്ചത്. ഗോത്തിക് ശൈലിയിൽ സപ്തസ്വരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 7 മണികളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപകടനിലയിലായതിനെ തുടർന്ന് 1990 മുതൽ 11 വർഷത്തേക്ക് സന്ദർശകരെ നിരോധിച്ചിരുന്നു. അന്ന് 4.5 മീറ്റർ ചരിവുണ്ടായിരുന്ന ഗോപുരം നിലം പതിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നു. തുടർന്ന് എഞ്ചിനീയർമാർ ചരിയുന്ന ഭാഗത്തെ ഇളകുന്ന മണ്ണ് നീക്കി പകരം കുഴലുകൾ സ്ഥാപിച്ചു. 25 വർഷമായി ഗോപുരത്തിൻ്റെ ചരിവ് അളക്കുന്ന പിസാ സർവകലാശാലയിലെ നുൻസിയാൻ്റെ സ്ക്ലിക്കിയ പറയുന്നത് 2001 ശേഷം ഗോപുരം 41 സെൻറ്റിമീറ്റർ നേരെയായിട്ടുണ്ടെന്നാണ്. ലോകത്തിലെ ഏറ്റവും ചരിഞ്ഞ കെട്ടിടം പിസാ ഗോപുരമല്ല കേട്ടോ. അബുദാബിയിലെ ക്യാപിറ്റൽ ഗേറ്റ്സ് എന്ന അമ്പരചുംബിക്കാണ് ഈ സ്ഥാനം. എന്നാൽ ഇത് നിർമ്മാണ സമയത്ത് തന്നെ ബോധപൂർവം ചരിച്ചു പണിഞ്ഞതാണെന്ന വ്യത്യാസമുണ്ട്.